അല്ലയോ അത് ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ ആ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അത്യാവശ്യക്കാരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് ഫ്ലൈറ്റ് പിടിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും. ഇവരൊക്കെ ഒരു ഉദ്യോഗത്തിന് വേണ്ടി പോകുന്നവരായിരിക്കും. ഇവർക്ക് അത്യാവശ്യം എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ റോഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ റോഡ്, അല്ലയോ? അപ്പം നമ്മൾ അവിടെ നമ്മുടേതാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണ് എന്റേതാണ് എന്റേത് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും റോഡ് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ശരി. അപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നത് മിനിമം സ്പീഡ് പക്ഷെ ഓടിയാൻ പോകുമല്ല, എടുത്ത് ചാടിയനെ ആദ്യം വലത്തോടുള്ള ഓക്കെ. ഇത് നിങ്ങൾ മറ്റുള്ള കുട്ടികൾ കൂടി നിങ്ങൾ ചെറിയ നമുക്ക് എല്ലാവരും ഈ സ്കൂളിലുള്ള 10,000 കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളോട് അടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇതെല്ലാം ചെയ്യണം. ഓക്കെ. മാത്രമല്ല നിങ്ങൾ ഇങ്ങനെയാണ് പരിശീലിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ കടത്തിവിടാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ടീച്ചിങ് സ്റ്റാഫ് ടൈറ്റ് ചെയ്യും. കിട്ടിയോ? കിട്ടി. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് അച്ഛനമ്മമാരുടെ പിന്നെ ഇതിന് തലയിലോട്ട് എടുത്ത് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് അവരുടെ സൈസിനൊത്ത് ഇത് ഈ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ടീച്ചിങ് സ്റ്റാഫ് കൊണ്ട് ടൈറ്റ് ചെയ്യണം. അത് ടൈറ്റ് ഇത് മേടിച്ചിട്ട് ഇതുവരെ നേരെ ആക്കി വെച്ചു പോലും കാണുന്നു. പലരും ചിലപ്പോൾ ഇതിങ്ങനെ താഴ്ത്തിയിട്ട് ചെല്ലാണെന്നുണ്ടെങ്കിൽ ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഈ ഇരുചക്ര വാഹനങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു സുരക്ഷാ ഉപകരണമാണ് ഏത്? നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് കണ്ടിട്ടില്ലയോ? അതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമോ? പുറമേയുള്ള നല്ല ഹാർഡായിട്ടുള്ള പോർഷൻ, പിന്നെ നമ്മുടെ തലയോട്ട് ഓടിച്ച് ഓക്കെ. അത് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു ഇരുചക്ര വാഹനങ്ങൾ. നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിന്ന് ആൾക്കാർ മാറിയിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഈ കേരളത്തിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ഏകദേശം 3.5 കോടി ജനസംഖ്യയുള്ള ഈ കേരളത്തിൽ ഏകദേശം ഒരു 1.5 കോടിയിലധികം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് കാറിന്റെ പോസ്റ്റിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തന്നെ ശ്രമിക്കണം. മനസ്സിലായത്? ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രൈമ ഫൈസി കാൽനട യാത്രക്കാരെന്നുള്ള രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഇനി നിങ്ങളെ ഞാൻ അടുത്തൊരു ഘട്ടം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ പുതിയ വാഹനങ്ങളിൽ നമുക്ക് എയർ ബാഗിന്റെ അഡ്വാൻറ്റേജ് പിടിപ്പിക്കാം. അതായത് ഇപ്പൊ 60 km/h വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ ഇരിക്കുന്ന ഡ്രൈവർക്ക് എത്ര വേഗത ഉണ്ടാവും? 60 km/h വേഗതയിൽ ഒരു വാഹനം പോകും. അതിലിരിക്കുന്ന ഡ്രൈവർക്ക് എത്ര വേഗത ഉണ്ടാവും? 60 km/h തന്നെ ഉണ്ടാവും. ഈ വാഹനം ചെന്നൊരു മതിലേക്ക് ഇടിച്ചു, വേഗത 0-ലേക്ക് വന്നു, 0-ലേക്ക് വന്നു. ഇനി നമ്മൾ അതേ വേഗതയിൽ ഇരിക്കുക, 60 km/h വേഗതയിൽ ഇരിക്കുക. നമ്മൾ എന്ത് വേണം? എവിടെയെങ്കിലും ചെന്ന് ഇടിക്കണം. ഇടിച്ച് നമ്മുടെ വേഗതയിൽ 20-25% ക്ഷതപ്പെട്ടു. അദ്ദേഹം ഒരു നല്ല ഒരു പിന്നെ പ്രശസ്തനായതുകൊണ്ട് നമ്മൾ ഞാനിത് ചൂണ്ടിക്കാണിച്ചു. ഇതേപോലെ എത്രയോ ആൾക്കാർ നമ്മുടെ വീടുകളിൽ പല വീടുകളിലും ഇതേപോലെ ചത്തത്തിനൊക്കെ ജീവിച്ചിരിക്കുക എന്നുള്ളത്. 20-25% ക്ഷതം തലയ്ക്ക് പറ്റിയാൽ ഇതേപോലെ ഒരു പെർമനന്റ് ഡിസബിലിറ്റിയാണ്. ഇനി 25%-ൽ കൂടുതൽ ക്ഷതം തലയ്ക്ക് പറ്റിയാൽ സംഭവിക്കും. ആള് മരിക്കും. ആള് മരിക്കും. അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് വേണം?